ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ നഖത്തിലൊക്കെ ഇടുന്ന ശർക്കര മൈലാഞ്ചിയുടെ റെസിപ്പിയാണ്. നമുക്ക് ശർക്കര മൈലാഞ്ചിൽ എങ്ങനെയാണ് കൂടുതലായിട്ട് ലിക്വിഡ് കിട്ടുക എന്നതും അതുപോലെ തന്നെ നല്ല കളർ കിട്ടുന്നതും എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് ശർക്കര മൈലാഞ്ചി തയ്യാറാക്കാൻ പോകുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഇന്ന് ശർക്കര മൈലാഞ്ചി തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ വക ഈദ് മുബാറക്. ഞാനിപ്പോൾ ഇതേപോലത്തെ 2 കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കത്തി കൊണ്ട് ഇതേപോലെ ചുരണ്ടിയിട്ട് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് പൊടിയായിട്ടാണ് വേണ്ടത്. നിങ്ങളുടെ നല്ല ഹാർഡായിട്ടുള്ള ശർക്കര എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉരുളി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ കത്തി കൊണ്ട് ചുരണ്ടിയിട്ട് ബൗളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ശർക്കര ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ചായപ്പൊടിയാണ് വേണ്ടത്. ചായപ്പൊടി ഞാൻ ഇതേപോലെ ഒരു സ്പൂണിൻ്റെ അളവിൽ 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയും ചായപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ചായപ്പൊടിയില്ലേ, അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അടുത്തതായിട്ട് ഇതിലോട്ട് വേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ മൺചട്ടിയിലാണ് ശർക്കര മൈലാഞ്ചി തയ്യാറാക്കുന്നത്. ഞാൻ പുതിയ മൺചട്ടിയിലോട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന മൺചട്ടിയാണ്. ഇതിൻ്റെ അടിഭാഗം ചെറുതായിട്ട് ചിന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്ന് ശർക്കര മൈലാഞ്ചി ഇതിൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മൺചട്ടി ഇല്ലെങ്കിൽ പഴയൊരു ടിന്നോ അതേപോലെ പഴയ വില യൂസ് ചെയ്യാത്ത വല്ല പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അല്ലെങ്കിൽ ഇതേപോലത്തെ പൊട്ടിയ മൺചട്ടിയോ അടിയിൽ ലീക്കൊന്നും ആവാത്ത രീതിയിലുള്ള മൺചട്ടി എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചായപ്പൊടിയും പഞ്ചസാരയും ശർക്കരയും പാടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സില്ലേ, അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് ഉള്ള രീതിയിൽ വേണം നമുക്കിത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറുതായിട്ടൊരു സ്പേസ് സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ലിക്വിഡ് കിട്ടാനുള്ള പാത്രം വെച്ചെടുക്കണമല്ലോ, അതിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെൻറ്ററിലായിട്ട് ഇതേപോലെ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ മൺചട്ടിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടില്ലേ സെൻറ്റർ ഭാഗത്തായിട്ട്, അവിടെ ആയിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു കഷ്ണം ടെയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ലിക്വിഡ് കിട്ടാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് ലിക്വിഡ് കിട്ടാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു അടപ്പ് വെച്ച് കൊടുക്കണം. നമുക്ക് ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിലുള്ള ഒരു അടപ്പാണ് വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ ലേശം കുണ്ടുള്ള പാത്രം വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് നേരെ അടുപ്പിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ പാത്രത്തിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് ലിക്വിഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ്മ വെച്ചിട്ടുള്ളത്. ഞാനിത് അടുപ്പിലാണ് തയ്യാറാക്കാറ് കേട്ടോ. ഞാൻ അടുപ്പിൽ നമ്മൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിലായിട്ട് മൺചട്ടി വെച്ച് കൊടുക്കുക ചെയ്യാം. അപ്പോൾ അടുപ്പിൽ ആവശ്യത്തിനുള്ള കനലുണ്ടാകും. അതിലോട്ട് ഒരു വിറക് പുള്ളി കൂടി വെച്ച് കൊടുത്തിട്ട് ഈ മൺചട്ടി അതിൽ വെക്കുക ചെയ്യാറ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴൊക്കെ എനിക്ക് ആവശ്യത്തിനുള്ള ലിക്വിഡ് കിട്ടാറുണ്ട്. എന്നിട്ട് ഇടയ്ക്കൊന്ന് പോയിട്ട് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കും. എന്നാലാണ് നമുക്ക് കൂടുതലായിട്ട് ലിക്വിഡ് കിട്ടുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഈ മൺചട്ടീൻ്റെ മുകളിലുള്ള വെള്ളം കോരി മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റിയിട്ട് തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലിക്വിഡ് കൂടുതലായിട്ട് കിട്ടും. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിൻ്റെ മുകളിലത്തെ വെള്ളം കോരി മാറ്റുമ്പോൾ നമ്മൾ അടപ്പെടുത്തിട്ട് നേരെ ഡയറക്റ്റായിട്ട് ഒഴിക്കാതെ ഇതേപോലെ കോരി മാറ്റുക വേണ്ടത്. എന്നിട്ടാണ് നമ്മളിതിൻ്റെ മുകളിലോട്ട് തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിതിവിടെ മേലത്തെ വെള്ളം ഒന്നുകൂടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം വീണ്ടും കോരി മാറ്റിയിട്ട് ഇതിലോട്ട് വീണ്ടും തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് കൂടുതലായിട്ട് ലിക്വിഡ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നമുക്ക് ശർക്കര മൈലാഞ്ചിയുടെ ലിക്വിഡ് വേണം, അതിനനുസരിച്ച് നമുക്ക് ഇതിലത്തെ വെള്ളം മാറ്റിക്കൊണ്ടേയിരിക്കാം. അപ്പം ഞാനിതിൻ്റെ മുകളിലത്തെ വെള്ളം മാറ്റിയിട്ട് വീണ്ടും തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു 20-25 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ വെള്ളം ഞാൻ കോരി മാറ്റുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ അടപ്പ് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൽ എത്രത്തോളം ലിക്വിഡ് കിട്ടിക്കണമെന്ന് നോക്കാം. അതുപോലെ നമുക്കിതിൽ ലിക്വിഡ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് നമ്മളിത് ചെയ്യേണ്ടത്, നമ്മളിതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതൊന്നുകൂടി കൂടുതലായിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ലിക്വിഡ് ഒന്നുകൂടി കൂടുതലായിട്ട് കിട്ടും. നമ്മൾ 2 സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ വെള്ളം ഇടയ്ക്കൊക്കെ മാറ്റി കൊടുക്കും. അതുപോലെ നമുക്ക് ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് ചേർത്താൽ കുറച്ചും കൂടി ലിക്വിഡ് കൂടുതലായിട്ട് കിട്ടും. ഇപ്പോൾ എനിക്കിതിവിടെ എത്രത്തോളം ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 20-25 മിനിറ്റോളമാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എത്രത്തോളം ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എത്രത്തോളമാണ് ലിക്വിഡ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചെടുക്കാം. ഞാൻ ആ ബൗളിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടാണ് ഞാൻ ഈ ലിക്വിഡ് കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് ലിക്വിഡ് ആഡ് ചെയ്തിട്ട് ഇതേപോലെ പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കും. എന്നിട്ട് രാത്രിയാണ് ഇത് നഖത്തിൽ അപ്ലൈ ചെയ്യാറ്. പിന്നെ നമ്മളിത് നഖത്തിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ മാക്സിമം 6 മണിക്കൂറെങ്കിലും നമ്മൾ നഖത്തിൽ ഇത് അപ്ലൈ ചെയ്യണം. എന്നാലാണ് നമുക്ക് നമ്മുടെ നഖത്തിൽ നന്നായിട്ട് ഡാർക്ക് കളർ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര മൈലാഞ്ചി ഒരു ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ രാത്രി എടുത്തിട്ട് നഖത്തിൽ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് രാവിലെയാണ് ഇത് ഊരി കളയാറ്. ഇപ്പോൾ ഞാനിത് നഖത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പോൾ ഇത് ഞാനിവിടെ എല്ലാ നഖത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് രാവിലെ ഊരി മാറ്റാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ശർക്കര മൈലാഞ്ചി. ഇനി നമുക്കിതൊന്ന് അടത്തി മാറ്റാം. ഇപ്പോൾ ഞാൻ നഖത്ത് നിന്ന് ശർക്കര മൈലാഞ്ചി കടത്തി മാറ്റിയിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ഇട്ടപ്പോഴുള്ള കളറാണ്. നിങ്ങൾക്ക് ഇതിനും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2-3 പ്രാവശ്യം ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഡാർക്ക് കളറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പെരുന്നാൾക്ക് ഇതേപോലെ ഒരു ശർക്കര മൈലാഞ്ചി തയ്യാറാക്കി നോക്കുക. നമുക്ക് കൂടുതലായിട്ട് ലിക്വിഡ് കിട്ടുന്ന രീതിയിലും അതുപോലെ നല്ല ഡാർക്ക് കളർ കിട്ടുന്ന രീതിയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാൾക്ക് ഇതേപോലെ ഒരു ശർക്കര മൈലാഞ്ചി തയ്യാറാക്കി നോക്കുക. അതുപോലെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ വക വീണ്ടും ഈദ് മുബാറക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.